അതുപോലെ തന്നെ ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കുറേ സർവേ അവരുടെ അപ്ഡേറ്റ് അനുസരിച്ച് അവർ ഇഷ്ടം പോലെ സർവേകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് വന്നൊരു സർവേ കുന്നത്തൂരിൽ കോൺഗ്രസ് UDF വരാൻ പോവുകയാണ്, LDF 2ാം സ്ഥാനത്തേക്ക് വരാൻ പോവുകയാണ് പറഞ്ഞൊരു കിംവദന്തി, എന്താ പറയുക, ഒരു ചാനൽ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണെന്ന് തോന്നുന്നു, നിരന്തരം വരുന്നുണ്ട്. അതിന് സാർ എങ്ങനെ നോക്കിക്കാണുന്നത്? അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം കോർകുഞ്ഞോ മത്സരിക്കുമ്പോഴെന്തുമായിരുന്നു ഈ മുഖ്യധാരാ മാധ്യമങ്ങളും ഈ പറഞ്ഞ കണക്കെടുപ്പുകാരെല്ലാം കൂടെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ 10,500 വോട്ടിന് തോറ്റുപോയതും പറഞ്ഞ് നേരത്തെ വിധി എഴുതിയിരുന്നതാണ്. അങ്ങനെ അല്ലല്ലോ സംഭവിച്ചത്. അപ്പൊ ഇപ്രാവശ്യം ഈ കുന്നത്തൂർ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയമായി അടിത്തറയുള്ളൊരു മണ്ഡലമാണ്. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു വ്യക്തി നിൽക്കുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിയോട് സ്നേഹമുള്ള കുറച്ച് ആളുകൾ കുറച്ച് വോട്ട്, ഒരു 10,000 2,000 വോട്ട് ചിലപ്പോൾ കൂടുതലോ കുറവൊക്കെ ചെയ്തിരിക്കുക എന്നുള്ളതല്ലാതെ ഈ കുന്നത്തൂർ മണ്ഡലം പൊളിറ്റിക്കലാണ്. അത് രാഷ്ട്രീയമായി ആളുകൾ തിരിഞ്ഞ് വോട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലവും തോറ്റപ്പോഴും കൊല്ലം ജില്ലയിൽ 2 മണ്ഡലം മാത്രമാണ് LDF ഭൂരിപക്ഷം കിട്ടിയത്, അസംബ്ലി മണ്ഡലങ്ങൾ. ഒന്ന് കുന്നത്തൂർ, ഒന്ന് കൊട്ടാരക്കരയാണ്. മനസ്സിലായില്ല? അപ്പം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളിടത്തെല്ലാം ജയിക്കുമ്പോഴും UDF ജയിക്കുമ്പോഴും കുന്നത്തൂർ ജയിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് ഈ ആളുകൾ ഇങ്ങനെ ചില LDF ഇപ്പം നിന്ന് കഴിഞ്ഞാൽ 2ാമതായി പോകും, 3ാമതായി പോകും എന്നൊക്കെ പറയുന്നത്. അതവർ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വോട്ടുണ്ടെന്നോളം വരെ അത് പറഞ്ഞുകൊണ്ടിരിക്കും. വോട്ടെണ്ണി കഴിയുമ്പോൾ അവരുടെ അഭിപ്രായം മാറിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. അല്ലാതെ പുതിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല.